ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം. കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈശോ നമ്മളോട് ചോദിക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും മറ്റുള്ളവരെ തിരുത്താനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അല്ലെ? എപ്പോഴും അവന്റെ ജീവിതത്തിലേക്ക് നോക്കി അവന്റെ കുറവുകൾ കണ്ടെത്തി അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവനെ തിരുത്താനായിട്ട്, അവനെ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വചനത്തില് ഈശോ കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുരുടനെ നയിക്കുവാനായിട്ട് സാധിക്കുമോ? സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ അല്ല നമ്മൾ തിരുത്തേണ്ടത്. നമ്മൾ തിരുത്തേണ്ടത് ആരെയാണെന്നറിയോ? നമ്മളെ തന്നെയാണ്. കാരണം നമ്മളൊക്കെ പാപികളാ. പാപം ചെയ്യാത്തവൻ ഒരുവൻ മാത്രം, അത് ദൈവമാ. നമ്മുടെയൊക്കെ ജീവിതത്തില് അനുനിമിഷം നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ പാപം ചെയ്യുന്നുണ്ട്. ഇത്രയേറെ പാപം ചെയ്യുന്ന നാം നമ്മുടെ ജീവിതത്തെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അപരന്റെ കുറവ് കണ്ടെത്തി അത് കൊട്ടി ഘോഷിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. കൃത്യമായിട്ട് ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ കണ്ണിൽ തടിക്കഷ്ണമുണ്ട്, നിന്റെ കണ്ണിലെ തടിക്കഷ്ണം നീ എടുത്തു മാറ്റേ, നിന്റെ കുറവുകള് നീ പരിഹരിക്കേ. അവരന്റെ ജീവിതത്തിലെ പോരായ്മകൾ നോക്കി യാത്ര ചെയ്യേണ്ടവരല്ല നീ നോക്കേണ്ടത് നിന്റെ ജീവിതത്തിലേക്കാ. നിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ കുറവുകളുണ്ട്, ഒത്തിരിയേറെ പോരായ്മകളുണ്ട്. ഈ കുറവുകളും ഈ പോരായ്മകളും നീ പരിഹരിക്കാനായിട്ട് തയ്യാറാവണം. നീ തിരുത്തേണ്ടത് നിന്നെ തന്നെയാ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ ഒരു തിരുത്തല് നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ തിരുത്തൽ നമുക്ക് ഇഷ്ടമില്ല. ആരെങ്കിലും നമ്മളെ തിരുത്താൻ തയ്യാറായാൽ പോലും നമുക്ക് പിന്നീട് അവരോട് ഭയങ്കര ദേഷ്യമാ. സ്വയം തിരുത്താനായിട്ട് നമുക്ക് ഇഷ്ടമില്ല, മറിച്ച് അപരനെ തിരുത്താനായിട്ട്, അപരന്റെ കുറവ് കണ്ടെത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ പോയാലും കണ്ടുപിടിക്കും, എല്ലാവരോടും അത് പറയുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ ഒരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക്, കാരണം നമ്മൾ അന്ധരാണ്. നമ്മുടെ ജീവിതത്തില് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവും എൻ്റെ ബലഹീനതകളും എൻ്റെ പോരായ്മകളും നമുക്ക് ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. കണ്ടെത്തിയാൽ മാത്രം പോരാ കേട്ടോ. എന്തെടുക്കണം? ഈ കണ്ടെത്തിയ കാര്യം പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ഈ കുറവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം നേടണം. നല്ലൊരു കുമ്പസാരം നടത്തണം. കുമ്പസാരം നടത്തിയാൽ മാത്രം പോരാ, ഈ പാപത്തിൽ വീണും വീഴാതിരിക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കും. പലപ്പോഴും നമ്മൾ കുമ്പസാരം നടത്തുന്നുണ്ട്, കുമ്പസാരത്തിന് ശേഷവും വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാ. പാപാവസ്ഥയിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല, വീണ്ടും അതേ പാപത്തിൽ തന്നെ വീണു പോവുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം, തിരുപ്പിറവയ്ക്ക് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുകയാണ് ഈ നിമിഷം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനായിട്ട്, അവ പരിഹരിച്ച് വിശുദ്ധിയോടുകൂടി ഹൃദയം ശുദ്ധമാക്കി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.